കാർത്തിക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നീറ്റിന് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര ചെറുതാണ്, പക്ഷെ നമ്മൾ എസെൻഷ്യൽസ് ആയിട്ട് നമ്മൾ കൊണ്ടുവേണ്ട, നമ്മൾ കൈ കരുതേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതാണ് നാളെയാണ് നമ്മുടെ നീറ്റ് എക്സാം. അതിന് മുമ്പായിട്ട് ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ വീഡിയോ. ഇതാണ് ഞാൻ കൊണ്ടുവന്ന ബാഗ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് അവർ അഡ്മിറ്റ് കാർഡ് വിത്ത് 2 photos ആൻഡ് അവർ വാലിഡ് ID പ്രൂഫ്, ആധാർ കാർഡ്. അപ്പോൾ ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഫയലിലാക്കി ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഫോട്ടോ, ദെൻ തമ്പ് ഇംപ്രഷൻ എല്ലാം ചെയ്ത് ഇപ്പോഴേ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ബാഗിൻ്റെതാക്കാം. അത് സെറ്റാണ്. പിന്നെ നമ്മുടെ വാലിഡ് ID പ്രൂഫ്. ഞാനിപ്പോൾ ആധാർ കാർഡ് എടുത്തിട്ടുണ്ട്. ദെൻ ആധാർ കാർഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10th സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും പാസ്പോർട്ടോ വോട്ടേഴ്സ് ID അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് ആർ മോസ്റ്റ് വോണ്ടഡ് തിങ്. നമുക്കിപ്പോൾ ഭയങ്കര ചൂടല്ലേ, കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് കൈ കഴുകാൻ വെച്ചു. ദെൻ അംബ്രല്ല, പിന്നെ സാനിറ്റൈസർ മസ്റ്റാണ്. ഇപ്പോൾ കോവിഡൊക്കെ തീർന്നു എന്നാൽ പോലും കുറച്ചും കൂടെ സേഫ്റ്റിയും ഒരു ഹെൽത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് സാനിറ്റൈസറും കൂടെ എടുക്കാം. പിന്നെ വേണ്ടത് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നതാണ്. എനിക്ക് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും. ഒന്നാമത് നമ്മുടെ ടൈമിങ് അറിയാമല്ലോ, ഫ്രം 2 PM to 5:20 PM ആണ്. അതിനിടയ്ക്ക് വെച്ച് ഇത് 3.5 hours ഫുഡൊന്നും കഴിക്കാതിരിക്കുന്നുണ്ട്. ഇത് എക്സാം ഹോളിൽ കയറ്റത്തില്ല, എന്നാലും അതിന് മുമ്പായിട്ട് എന്തെങ്കിലും തലവേദനയോ കാര്യങ്ങളോ വല്ലതും വരികയാണെങ്കിൽ നമുക്ക് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കൈ കരുതുന്ന എൻ്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് എൻ്റെ ആക്സ് ഓയിൽ. ആക്സ് ഓയിൽ ഇല്ലാതെ ഞാൻ സ്ഥലത്തും പോകാറില്ല. ആക്സ് ഓയിൽ ഞാൻ ഇതിലും കൂടെ കരുതുകയാണ്. പിന്നെ എൻ്റെ വാലറ്റ് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാം. ആവശ്യം വരാറില്ല, പേരൻസ് ആണ് കൊണ്ടുവിടുന്നത്, എന്നാലും നമുക്ക് എടുക്കാം. പിന്നെ ബയോളജി ടെക്സ്റ്റ് ബുക്ക് ഞാനിപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിൻ്റെയാണ് ഇത്. എനിക്ക് അത്യാവശ്യം ദൂരമുണ്ട് എൻ്റെ സെന്റർ, വീട്ടിൽ നിന്ന് സെന്ററിലോട്ട് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ ഞാൻ കാറിൽ വെറുതെ ഇരിക്കണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കും കൂടെ കരുതുന്നുണ്ട്. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ, ഇത് നമുക്ക് എക്സാം സെന്ററിന്റെ അകത്ത് കയറ്റും. ഇതുവരെ ഇത്രയും സാധനങ്ങൾ നമ്മൾ എക്സാം സെന്റർ വരെ കരുതുന്നുള്ളൂ. എക്സാം ഹാളിന്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫയലും ആധാർ കാർഡും അതിൻ്റെ അകത്തുണ്ട്. ആ ഫയലും ആധാർ കാർഡും ഈ ഒരു ബോട്ടിൽ വെള്ളം, അത് മാത്രമേ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ഇനി വെള്ളവും കൂടെ എടുത്ത് വയ്ക്കാം. അപ്പൊ ഇത്ര ആയിക്കഴിഞ്ഞാൽ എൻ്റെ നീറ്റിന് ക്യാരി ചെയ്യേണ്ട എൻ്റെ ബാഗ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നീറ്റ് എക്സാം എല്ലാവരും നല്ല സേഫ് ആയിട്ടും നല്ല ഹാപ്പി ആയിട്ടും ഒക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. Then don't forget to like, subscribe and comment my video. Bye.